നമുക്കെന്തായാലും ഇനി ഇവനെ വെച്ചിട്ടാണ് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. കിട്ടില്ല, നീലവാഹ കേട്ടോ. ഫിഷ് ഓൺ. ഫിഷ് ഓൺ. അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു വേൾഡ് 360. അപ്പോൾ വെച്ചാൽ 2025 നമ്മളൊരു പുതിയ തുടക്കത്തിലോട്ടാട്ടോ പോകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ ഐറ്റംസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ പുതിയ റീലും റോഡും ബ്രൈഡും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 പുതുവർഷമായിട്ട് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകളോടുകൂടി നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റൊക്കെ നിങ്ങളിന്ന് പരിചയപ്പെടുത്തി അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. പിന്നെ അതിൽ ചെറിയൊരു അടിപൊളി മീൻപിടുത്തം നമുക്ക് ആ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും വായോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ വെച്ചാൽ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന റോഡ് കേട്ടോ. നമ്മുടെ സിറോക്കിൻ്റെ സീവാക്ക് XT എന്ന് പറഞ്ഞിട്ടുള്ള റോഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റോഡാണ്. നമ്മൾ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റോഡ് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ലോങ് കാസ്റ്റിങ്, അതേപോലെ തന്നെ 15 കിലോ നല്ല ലിഫ്റ്റിങ്ങും കിട്ടുന്നൊരു റോഡാണ് കേട്ടോ. എന്തായാലും ഇതാണ് നമ്മുടെ റോഡ്. നമുക്ക് എല്ലാം ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം അൺബോക്സ് ചെയ്ത് കാണിക്കാം റോഡിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന റീലാണ് നമ്മുടെ സീസറിൻ്റെ സീസർ കാസ്റ്റ് X2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ. അപ്പം കണ്ടില്ലേ, നല്ല അടിപൊളി കവറിലൊക്കെയാണ് നമുക്ക് സാധനം കയ്യിൽ കിട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു റീലാണ്. ഇത് നമ്മൾ കുറേയേറെ റിവ്യൂസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ കണക്ക് തന്നെ 9 കിലോ ഡ്രാഗ് കപ്പാസിറ്റിയും അതേപോലെ തന്നെ ഡ്രാഗ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി റീലാണ്. അപ്പോൾ ഇവൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കാണാം. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ലൂക്കാനയുടെ ബ്ലാക്ക് മാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി 8X ബ്രൈഡാണ് കേട്ടോ. നല്ല ലുക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല പച്ച കളറാണ്. നമ്മളെടുത്തിരിക്കുന്നത് 100 മീറ്റർ കാറ്റഗറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബൈക്ക് കാസ്റ്റ് യൂസ് ചെയ്യുന്ന കാരണം 25 mm 42 LB ഉള്ള ഒരു അടിപൊളി ബ്രൈഡാണ് നമ്മളെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് വീഡിയോയിൽ വരാം കേട്ടോ. അപ്പം നമ്മുടെ റോഡ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകാം കേട്ടോ. അൺബോക്സിംഗ് ഒന്നും പറയാനില്ല, നമ്മൾ നേരത്തെ അയച്ചത് നോക്കിയതാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡൊക്കെ ഒന്ന് അയച്ച് കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ അച്ഛനാണ് റോഡൊക്കെ അയച്ച് മേടിക്കുന്നത് കേട്ടോ. ഇറങ്ങി വരുന്ന വരവുണ്ടോ. അപ്പോൾ 2025 നമ്മുടെ പുതിയ ആയുധമാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. മേളിൽ മേടിച്ചിട്ടിരിക്കുന്നത്. അപ്പം കണ്ടോ വരുന്നവരുണ്ടോ. ഈ കൊല്ലം മൊത്തം നമ്മൾ ആറാടാൻ പോകുന്നത് ഇവനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം കവർ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സിറോക്കിൻ്റെ സീവാക്ക് XT ആണ് കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. കണ്ടോ നമ്മുടെ ലുക്കൊക്കെ ഉണ്ടോ. നല്ല അടിപൊളി തിന്നായിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റുള്ള റോഡാണ് കേട്ടോ. സിറോക്കിൻ്റെ ഒരു ബ്രാൻഡിങ്ങും അതേപോലെ തന്നെ അവിടെ പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 15 കിലോ ആണ് നമുക്ക് ഇതിന് വരുന്ന ലിഫ്റ്റിംഗ് കപ്പാസിറ്റി കേട്ടോ. അതേപോലെ തന്നെ ജപ്പാൻ നാനോ ടെക്നോളജിയിൽ വരുന്ന റോഡാണ് സീവാക്ക് XT. അല്ലേ നല്ല റെയിൽ സീറ്റിങ്ങും നല്ല അടിപൊളി ഒരു ട്രിഗറും നമുക്ക് ഹാൻഡിൽ ചെയ്യാണ്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. അതേപോലെ തന്നെ വന്നിരിക്കുന്നത് വെച്ചാൽ 1 2 3 4 5 6 7 8 9 അടിപൊളി നല്ല അടിപൊളി ഗൈഡോട് കൂടിയിട്ടാണ് നമുക്ക് ഈ റോഡ് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റോഡ്. അവൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ. നല്ല പക്ക ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഒറ്റ നോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന ഒരു അടിപൊളി റോഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്. അടുത്തായിട്ട് നമുക്കിനി നമ്മുടെ റീല് നോക്കാം. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സീസറിൻ്റെ സീസർ കാസ്റ്റ് X2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ റീലാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് സീസർ കാസ്റ്റ് X2 എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം. നല്ല അടിപൊളി ഒരു പെട്ടിയിലൊക്കെയാണ് സംഭവം വന്നിരിക്കുന്നത്.
അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. തുടക്കം തന്നെ അതൊരു പടവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ റീലിൻ്റെ സ്കെച്ച് പ്ലാൻ പോലത്തെ ഒരു പടമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ താരം കേട്ടോ. ഇതാണ് ഇത്തവണ നമ്മളുടെ 2025 പുതിയ പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാണ്ട് മേടിച്ച് പുതിയ ആയുധം കേട്ടോ. അപ്പം നമുക്ക് കവറിനകത്ത് നിന്ന് പുറത്തോട്ട് എടുക്കാം. അകത്ത് മാനുവലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ വിശദമായിട്ട് വായിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ നേരത്തെ ഓൾറെഡി വായിച്ചാണ്. ഒന്ന് പെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ വെയിൽ കവറിലാണ്. അച്ഛനത് പുറത്തോട്ട് എടുത്ത് കാണിക്കുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മുതൽ കേട്ടോ. സീസർ കാസ്റ്റ് X2 കാണാൻ തന്നെ നല്ല അടിപൊളി ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗോൾഡൻ പോലത്തെ 2 വരയൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളതൊന്നും ഭദ്രമായിട്ട് അങ്ങോട്ട് വായിച്ചെടുക്കുന്നില്ല. നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നത്. തമ്പാരം ഉണ്ട്. തമ്പാറിൽ സ്പെഷ്യലായിട്ടൊരു റബ്ബർ ബുഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ചെയ്യാണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഫ്രീ ആണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ 18 റേഞ്ചിൽ മാഗ്നറ്റിക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നല്ല അടിപൊളി ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവന് 9 kg ഡ്രാഗും ആ കൂടെ തന്നെ ഡ്രാഗിന് സൗണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡ്രാഗ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. ഇവൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കേട്ടോ, ഇതിൻ്റെ സൗണ്ട് കേട്ടോ. ഡ്രാഗ് സൗണ്ടാണ് കേട്ടോ. 9 കിലോ ഡ്രാഗ് കപ്പാസിറ്റിയിൽ ഡ്രാഗ് സൗണ്ടോട് കൂടി വരുന്നൊരു റീലാണ് നമ്മുടെ സീസർ കാസ്റ്റ് X2. അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സീസർ കാസ്റ്റ് X2. ആ കൂടെ തന്നെ എൻജോയ് ഫിഷിംഗ് എല്ലാം നല്ല ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല അടിപൊളി ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇമ്പ്രസ്ഡ് ആവുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ അവൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടോ, ഒരുമാതിരി ഒരു അത്ര ഡാർക്കും അല്ല ലൈറ്റും അല്ലാത്ത ഒരു കളറാണ്. അത്യാവശ്യം നല്ലൊരു ക്ലേസിങ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നിക്കും കേട്ടോ. അപ്പോൾ ഇവന്മാരെ വെച്ചിട്ടാണ് നമ്മുടെ ഇത്തവണത്തെ ഫിഷിംഗ് മൊത്തം നടക്കാൻ പോകുന്നത്. ഈ കൂടെ തന്നെ നമ്മൾ അടിപൊളി ഒരു ബ്രൈഡ് ലൈനും കൂടെ എടുത്തിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ പുതിയതാക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം റീൽ കണ്ടല്ലോ, സീസർ കാസ്റ്റ് X2. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കോമ്പോ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് മാമ്പയാണ് കേട്ടോ. നമ്മുടെ ലൂക്കാനയുടെ ബ്ലാക്ക് മാമ്പ ബ്രൈഡ് ലൈനാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ 100 മീറ്റർ അളവിൽ വരുന്ന ബ്രൈഡാണ്. 25 mm 42 LB ആണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു ഗ്രീനിഷ് കളറോട് കൂടി വന്നിരിക്കുന്ന ബ്രൈഡ് ലൈനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം സ്ട്രോങ് P8X ബ്രൈഡൽ ലൈൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവന്മാരെ ഒന്ന് ചൂണ്ടയായിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ റോഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ റോഡൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈഡൊക്കെ കറക്റ്റാണെന്നൊന്ന് ലെവൽ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം കണ്ട നമ്മൾ റോഡ് സെറ്റ് ചെയ്ത് നമുക്കിനി ഇവിടുത്തെ നമ്മുടെ റീൽ വെച്ച് ഉറപ്പിക്കാം. നമ്മുടെ സീസർ കാസ്റ്റ് X2 നമ്മൾ കയറ്റിയിടാൻ പോകണം കേട്ടോ. റീൽ സീറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മെഷീൻ ഫിക്സ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞെടുത്ത പോലെ നല്ല കറക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. റോഡിൻ്റെ കളറും റീലിൻ്റെ കളറും എല്ലാം കൊണ്ടും നല്ല കറക്റ്റ് മാച്ചിങ് ആണ്. കണ്ടില്ലേ, എങ്ങനെ നോക്കിയാലും മാച്ചിങ് ആണ്. പിന്നെ നമുക്ക് ട്രിഗറും റീലും തമ്മിലുള്ളത് കറക്റ്റ് ഒരു പാങ്ങിന് കിട്ടുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ഒരു സുഖം തോന്നുന്നുണ്ട് കയ്യിൽ പിടിച്ചിട്ട്. അപ്പം കണ്ടില്ലേ, നല്ല അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിനി ബ്രൈഡും കൂടെ കയറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബ്രൈഡ് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരു അടിപൊളി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബ്രൈഡ്. കാഴ്ചയിൽ തന്നെ അടിപൊളി തിന്നായിട്ടുള്ളൊരു ബ്രൈഡ് ലൈനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ലൈൻ കേട്ടോ. ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇതാണ് നമ്മുടെ ബ്രൈഡ് ലൈൻ. നല്ല തിന്നായിട്ടുള്ളൊരു ബ്രൈഡ് ലൈനാണ്. ലൂക്കാന ബ്ലാക്ക് മാമ്പയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് നമ്മുടെ ചൂണ്ടയിലിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രൈഡ് ചൂണ്ടയിലിട്ട് കയറ്റാൻ പോകണം കേട്ടോ. ഐശ്വര്യമായിട്ട് നമ്മൾ ബ്രൈഡ് കയറ്റി എടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ മെഷീൻ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീനിൽ ബ്രൈഡ് കെട്ടാം കേട്ടോ. കെട്ടിയിട്ട് നമുക്കിത് സ്പൂൾ ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൾ ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പം നമ്മൾ സ്പൂളിൽ നമ്മുടെ ബ്രൈഡൊക്കെ ഒറ്റയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മെഷീനിലോട്ട് കയറ്റിയിട്ടിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ സ്പൂൾ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മെഷീൻ ലോക്കാണ് കേട്ടോ. അപ്പം ബ്രൈഡ് ഭദ്രമായിട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് ചുറ്റിയെടുക്കണം. നമുക്കപ്പം ചുറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ബ്രൈഡ് അങ്ങോട്ടേക്ക് നീക്കിയിട്ടുണ്ട് റോള് കണ്ട. ഇനി നമുക്ക് നേരെ അങ്ങ് ചുറ്റിയെടുക്കാം. അപ്പം ചുറ്റാൻ തുടങ്ങുകയാണ് കേട്ടോ. ഐശ്വര്യമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചുറ്റി എടുക്കുന്നുണ്ട്. അവനവിടെ കിടന്ന് വട്ടം കറങ്ങും. നമ്മുടെ ബ്രൈഡ് നേരെ ഇങ്ങ് കയറി പോന്നോളും കേട്ടോ. എന്തായാലും നമ്മൾ 100 മീറ്ററിൻ്റെ ബ്രൈഡ് ലൈനാണ് മേടിച്ചിരിക്കുന്നത്. 100 മീറ്റർ നമുക്ക് കംപ്ലീറ്റ് ഇതിൽ സ്പൂൾ ചെയ്ത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേണ്ടവരെ നമ്മൾ മാക്സിമം സ്പൂൾ ചെയ്ത് കയറ്റും. ബാക്കി നമ്മൾ മാറ്റി വയ്ക്കും. രണ്ട് ബ്രൈഡിൻ്റെ കുറവ് വരുമ്പോഴേക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടാമത് ലാപ്പ് അടിച്ച് കയറ്റും കേട്ടോ. അപ്പം നമ്മുടെ മെഷീനിൽ ബ്രൈഡ് കയറുന്നുണ്ട്. ഏകദേശമൊക്കെ ഫില്ലാകാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചൂണ്ടയിൽ ബ്രൈഡൊക്കെ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ചൂണ്ട മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. നമ്മൾ ബ്രൈഡിൻ്റെ അറ്റത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സിവിലാണ് കേട്ടോ. സിവിലും ഈ ടൈപ്പ് ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് ലിയർ ലൈൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ലിയർ ലൈൻ ഈ നീളത്തിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ വാഗ, വരാൽ, ചേർമീൻ തുടങ്ങിയ മീനുകളൊക്കെയാണ് അടിക്കുന്നത്. ഇപ്പോൾ കൽക്കട്ട കാര്യങ്ങളൊന്നുമില്ല. കൂടുതലും സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയൊന്നും ഇല്ല. അപ്പോൾ ഈ നീളത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ചൂണ്ട മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2025 നമ്മുടെ പുതിയ ആയുധമാണ് കേട്ടോ. അപ്പം മൊത്തത്തിലൊരു പുതുമേലങ്ങ് തുടങ്ങാം. നമുക്കെന്തായാലും ഇനി ഇവനെ വെച്ചിട്ടാണ് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. അടിപൊളിയൊരു നാടൻ വരലാട്ടോ. നമ്മുടെ കിവി V2ലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ റിയൽ വാരിയറിൻ്റെ കിവി V2 കേട്ടോ. അടിപൊളിയൊരു നാടൻ വരലാണ്. പിന്നെ നമ്മുടെ 2025 നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ടാക്കിൽ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡ് നമ്മുടെ സീവോക്ക് X2, അതുപോലെ തന്നെ സീസർ കാസ്റ്റ് X2 റീലുമാണ്. പിന്നെ ബ്രൈഡ് നമ്മുടെ ലൂക്കാനയുടെ ബ്ലാക്ക് മാമ്പയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോംബോയിൽ 2025 ആദ്യത്തെ മീനാണ് കേട്ടോ. ഫ്രോ എടുത്തില്ലേ? പിന്നെ നീ ഹുക്കപ്പ് കൊടുത്തന്നെ അതിന്? അതെ, പിന്നെ നീ തന്നെ അതിനെ ഹുക്കപ്പ് കൊടുത്ത് പയ്യ വലിയടാ.
ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. ഇത് നമ്മളെ മിഥുന് അടിപൊളി ഒരു ചേറാനാടാ, ചേറാൻ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോയിൻ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, അടിച്ച് നേരെ അങ്ങ് കയറിയിട്ടുണ്ട് കേട്ടോ. ചെക്കൻ അടിപൊളിയായിട്ട് വിര പഠിച്ച് കയറ്റി കറി വെപ്പുണ്ട്. ആദ്യം സ്ട്രൈക്ക് കിട്ടി. കണ്ടോ അവിടെ മീനെടുക്കുന്നുണ്ട്, കണ്ടോ അടിപൊളി ഒരു ചേറാൻ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ചൂണ്ട എടുത്തിട്ട് ആദ്യത്തെ മീനാണ് കേട്ടോ അടിച്ച് കയറുന്നത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ മുഖത്ത് കാണാനുണ്ട്. അപ്പോൾ എന്താണ് ഇത് അടിപൊളിയായിട്ട് ചേരാൻ കയറിയിട്ടുണ്ട്. അവൻ അടുത്തോട്ട് വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കാണാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ മോജമാണ് കേട്ടോ. കുഞ്ഞൻ ഫ്രോ ആണ്, 3.5 സെൻറ്റിമീറ്റർ വലിപ്പം, അതേപോലെ തന്നെ 5 ഗ്രാം വെയിറ്റ് ഉള്ള നല്ല അടിപൊളി ഒരു കർവ്ഡ് സ്പിന്നറോട് കൂടിയ ഒരു കുഞ്ഞൻ ഫ്രോ കേട്ടോ. VMC ഹുക്കാണ്, നല്ല ഹുക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, വരാൽ പിടിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. നമ്മുടെ റിയൽ വാരിയറിൻ്റെ മോജോയില്ല കേട്ടോ, മോജോ അടിപൊളി ഒരു നാടൻ അടിച്ച് കയറിയിട്ടുണ്ട്. അതിൻ്റെ സൈസ് കണ്ടോ അതെ, ആ നല്ല പെടപടയ്ക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. റിയൽ വാരിയറിൻ്റെ മോജോയിൽ അടിച്ച സാധനമാണ്. എൻ്റെ മോനെ അവൻ്റെ ഭംഗി നോക്കി, നാടൻ വരാലാണ് കേട്ടോ. നല്ല തീറ്റിക്കൊഴുപ്പ് കിടന്നു, നല്ല അടിപൊളി വരാൽ. ഫ്രോ ഇരിക്കുന്നുണ്ടോ, അവൻ്റെ വായിൽ നല്ല കറക്റ്റായിട്ട് പതിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ മോജോ ആണ്, റിയൽ വാരിയർ മോജോ. അടിപൊളി നാടൻ വരാൽ കേട്ടോ. അത് കണ്ടിട്ടായിരുന്നു ഈ സൈഡ് കൂടി, ഈ സൈഡ് കൂടി ഈ സൈഡ് കൂടി. റിയൽ വാരിയറിൻ്റെ ബോൾഡാണ് കേട്ടോ. ബോൾഡേൽ ഒരു അടിപൊളി വരാലടിച്ചിട്ടുണ്ട്. കണ്ട നമ്മുടെ റിയൽ വാരിയറിൻ്റെ ബോൾഡാണ് കേട്ടോ. ഇതാണ് സാധനം. 4.5 സെൻറ്റിമീറ്റർ വലിപ്പവും, അതേപോലെ തന്നെ അയ്യോ മാറിപ്പോയി, ഇത് മതി, ഇത്രയൊക്കെ മതി. റിയൽ വാരിയറിൻ്റെ ബോൾഡാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. അടിച്ച് കയറിയിരിക്കുന്നുണ്ടോ, അവൻ്റെ വായിൽ ഫ്രോ ഇരിക്കുന്നുണ്ടോ, നല്ല കറക്റ്റായിട്ട് ഹുക്കപ്പായിട്ടുണ്ട്. കണ്ട അവൻ്റെ ചുണ്ട് തുളച്ചാട്ടോ ഹുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ റിയൽ വാരിയറിൻ്റെ ബോൾഡാട്ടോ. ഫ്രോ ആവശ്യമുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളവിടെ പിൻ ചെയ്തേക്കാം കേട്ടോ. അതെന്ന് വെച്ചാൽ അവരെ വരാലടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ആഹാ നമ്മളെ റിയൽ വാരിയറിൻ്റെ മാമ്പലാട്ടോ, ഒരു കുഞ്ഞൻ വരാലാണ് ഇത്. കണ്ടോ, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടോ, അപ്പോൾ നല്ല അടിപൊളി ഒരു വരാൽ ഇത് ഇരിക്കുന്നുണ്ടോ. റിയൽ വാരിയറിൻ്റെ മാമ്പ അടിച്ചവൻ അണ്ണാക്കി കയറിയിട്ടുണ്ട്. എന്നാലും നമ്മളിവനെ റിലീസ് ചെയ്യുക കേട്ടോ. കുഞ്ഞ വരാല്, അവൻ പോയി ജീവിക്കട്ടല്ലേ. അവൻ്റെ ജീവനെ കൊണ്ട് കീണ് പാഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ.
അപ്പം നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്കാണ് കേട്ടോ. പീക്ക് റിയൽ വാരിയറിൻ്റെ പുതിയ ലോഞ്ചിങ് ആണ് നമ്മുടെ പീക്ക് എന്ന് പറയുന്നത് ഫ്രോഗ് കേട്ടോ. അതിൽ അടിച്ചു വരെയാണ് ഒരു കുഞ്ഞൻ വരലാണ്, നല്ല നാടൻ വരലാണ് കേട്ടോ. നല്ല അടിപൊളി വരാൽ. ഇതേ ഹുക്കപ്പ് ആയിരിക്കുന്നുണ്ടോ, അവൻ അണ്ണാക്കി കറക്റ്റ് ഹുക്കപ്പാണ് കേട്ടോ. 5.5 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ തന്നെ 9 ഗ്രാം വെയിറ്റും വരുന്ന ഒരു കുഞ്ഞൻ ഫ്രോഗാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി ഒരു സ്പിന്നറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി റബ്ബർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. എന്തുകൊണ്ടും നല്ല അടിപൊളി ഒരു ഫ്രോഗാണ്. അവൻ്റെ നമ്മുടെ പീക്കിൽ ഒരു കിഡിലൻ നാടൻ വരാൽ ഇട്ടിട്ടുണ്ട്. ഫ്രോഗിൻ്റെ ഡീറ്റെയിൽസും മറ്റും നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്കൗട്ട് ചെയ്താൽ മതിയാകും കേട്ടോ. അത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്കയിൽ അടുത്ത വരാൽ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവൻ അത്രയ്ക്ക് കൊണ്ട് തീരെ ചെറുതല്ല, എങ്കിലും ചെറുതാണ് കേട്ടോ. അതേ കണ്ടോ, നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്ക് അവൻ എണ്ണാക്കിലിരിക്കുന്നുണ്ടോ. അടിപൊളിയായിട്ട് ഹുക്കപ്പായിട്ടുണ്ട്. അടിച്ച സമയത്ത് നമ്മുടെ ക്യാമറ ഓഫായിരുന്നു കേട്ടോ. ഹുക്കപ്പ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ക്യാമറ ഓണാക്കിയത്. അപ്പോൾ നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്കിൽ 3ാമത്തെ വരാലാണ് കേട്ടോ നമുക്കിപ്പോൾ അടിച്ച് കയറുന്നത്. 5.5 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ 9 ഗ്രാം വെയിറ്റും വരുന്ന അവൻ കൈയൊക്കെ മുറിഞ്ഞ കേട്ടോ, അവൻ്റെ വായിൽ പോയിട്ടുണ്ട്. അപ്പോൾ 9 ഗ്രാം വെയിറ്റും വരുന്ന കുഞ്ഞൻ ഫ്രോഗ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്ക്. നല്ല റിസൾട്ടാണ്. ചറ പറ വരാലടിയാണ്, നല്ല സ്പിന്നർ നോയ്സൊക്കെ ഉള്ള കാരണം ചറ പറ അടിയാണ് കേട്ടോ. കണ്ണും പൊടി വാങ്ങാം. റിയൽ വാരിയറിൻ്റെ പീക്കാണ്. ഫ്രോഗിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ മോജോ ആണ് കേട്ടോ. മോജോ 3.5 സെൻറ്റിമീറ്റർ വലിപ്പം, അതേപോലെ തന്നെ 5 ഗ്രാം വെയിറ്റ് ഉള്ള നമ്മുടെ റിയൽ വാരിയറിൻ്റെ മോജോ. നമ്മുടെ ഈ റെഡ് കളറാണ് കേട്ടോ. അപ്പത്തിലാണ് നല്ല അടിപൊളി ഒരു നാടൻ വരാൽ അടിച്ച് കയറിയിരിക്കുന്നത് കേട്ടോ. അത്ര വലിയ സൈസൊന്നുമല്ല, എങ്കിൽ കൂടെ നല്ല അടിപൊളി ഒരു നാടൻ വരാലാണ് കേട്ടോ. ഫിന്നൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം മോജോ ആണ് അവൻ്റെ അണ്ണാക്കിൽ നല്ല അടിപൊളിയായിട്ട് ഹുക്കായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സ്പിന്നറും കാര്യങ്ങളൊക്കെ കയറാം, നല്ല ആക്ഷനാണ്. നാടൻ വരാൽ പിടിക്കാണ്ട് അടിപൊളി ഫ്രോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രോഗിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. ക്യാമറ ഓഫാ. ക്യാമറ നല്ല അടിപൊളി ഒരു സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമറയുടെ ബാറ്ററി ചത്തിരിക്കുകയാണ്. കിട്ടില്ല നീലവാഹ കേട്ടോ. വാ ഫൈറ്റ് കണ്ടോ പിടിച്ചിട്ട്. അപ്പോൾ ചാച്ചാമാരെ നമ്മുടെ പുതിയ റോഡും റെയിലും എടുത്തിട്ട് നമ്മുടെ ആദ്യത്തെ വേട്ട കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2025 ആദ്യത്തെ വേട്ട കഴിഞ്ഞിട്ടുണ്ട്. മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താഴെ നേരെ കിടപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം കൊള്ളാമെന്ന് നല്ല ഒരു ചേർമയുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ സൈസൊന്നുമല്ല, എങ്കിലും കൊള്ളാം. അത്യാവശ്യം കൊള്ളാമെന്നൊരു ചേർമീനുണ്ട്. ചേർമീൻ കിട്ടിയത് നമ്മുടെ പഴയ ചൂണ്ടലാണ് കേട്ടോ. അത് നമ്മുടെ മിഥുനാണ് കിട്ടിയത്. നമുക്ക് 2 വരാലാണ് കിട്ടിയിരിക്കുന്നത്. അതിലൊന്ന് നല്ല തീരെ ചെറുതാണ് കേട്ടോ. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മീനടി ഭയങ്കര മോശമാണ് കേട്ടോ. രണ്ടാമതായിട്ട് അടിച്ച് കയറിയത് നമ്മുടെ അടിപൊളി ഒരു നാടൻ വരാലാണ് കേട്ടോ. നല്ല സൈസിൽ നാടൻ വരാൽ, നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. അവൻ നല്ല സ്റ്റിൽ ആക്റ്റീവാണ്. അപ്പോൾ പിടിച്ചുകൊണ്ട് കയറ്റിയതുള്ളൂ കേട്ടോ. അവൻ നമ്മുടെ റോഡ് സിറോക്കിൻ്റെ സീവാക്ക് XT ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ റീല് സീസർ കാസ്റ്റ് XT ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൈഡും പുതിയതാണ്. നമ്മുടെ ലൂക്കാനയുടെ ബ്ലാക്ക് മാമ്പയാണ് കേട്ടോ ബ്രൈഡ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ 2025 പുതിയ ആയുധത്തിൽ പുതിയ വേട്ട. അപ്പോൾ നമ്മൾ ആ ടാസ്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.